നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ശ്രീമദ് നാരായണീയത്തിലെ ശ്ലോകവുമായി വന്നിരിക്കുകയാണ്. 4-ാം ദശകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം ദശകത്തിൽ 10 ശ്ലോകങ്ങളല്ല, അതിലും കൂടുതലുണ്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 13-ാമത്തെ ശ്ലോകമാണ്. നമ്മൾ ജീവാത്മാവിൻ്റെ പടിപടിയായിട്ടുള്ള മോക്ഷപ്രാപ്തിയിലേക്കുള്ള യാത്രയെയാണ് ഈ ശ്ലോകങ്ങളിലൂടെ പഠിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അത് കേട്ട് അതിനുശേഷം നമുക്ക് അർത്ഥം ചർച്ച ചെയ്യാം. ശ്ലോകം ശ്രദ്ധിക്കാം. തത്ര വാ തവ പദേഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാപി മുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. മുക്തനാവാൻ പതുക്കെ ഓരോ ലോകങ്ങളിലും പോയി പതുക്കെ ഉയരാൻ ആഗ്രഹിക്കുന്ന ജീവാത്മാവിൻ്റെ പ്രയാണമാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ബ്രഹ്മലോകവും വൈകുണ്ഠവും ഒക്കെ എങ്ങനെയാണ് ആ ജീവാത്മാവ്, യോഗിയുടെ ആത്മാവ് എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ്? തത്ര വാ തവ പദേ അഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ അപി മുച്യതേ സംവിഭിദ്യ ജഗദണ്ഡം ഓജസ. തത്ര വാ തവ പദേ അഥവാ വസൻ. തത്ര വാ, നേരത്തെ പറഞ്ഞില്ലേ ബ്രഹ്മലോകത്ത് എന്ന്. ആ ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിലോ തവപദേ, ആ അങ്ങയുടെ നിന്തിരുവടിയുടെ ആ ലോകത്ത്, അതായത് വൈകുണ്ഠ ലോകത്ത് എവിടെയെങ്കിലും വസിക്കുന്ന ആത്മാവ്, അവിടെയോ വസിച്ചുകൊണ്ട്, വസൻ, അങ്ങനെ വസിക്കുന്നവനായിട്ട് പ്രാകൃത പ്രളയം ഉണ്ടാവുന്ന കാലത്ത് മുക്തതാം, മുക്തി നേടുന്നു, അതായത് മോക്ഷം നേടുന്നു. ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ ഒക്കെ നിൽക്കുന്ന ആ ജീവാത്മാവ് പ്രാകൃത പ്രളയം ഉണ്ടാകുന്ന സമയത്ത് മുക്തി നേടുന്നു. ഇനി അങ്ങനെയല്ല എന്ന് വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ജീവാത്മാവിന് സ്വന്തം ഇച്ഛപ്രകാരം ഏത് ലോകത്തേക്ക് പോകണമോ അങ്ങനെ ഉയർന്നു പോകാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത്. ഇനി അങ്ങനെയല്ല, സ്വച്ഛയാ. എങ്ങനെയാണ് പോവുക? സ്വച്ഛയാ പുരാ അപി, അതിന് മുന്നേ തന്നെ, ഏത് പ്രാകൃത പ്രളയം വരുന്നതിന് മുന്നേ തന്നെ എന്തു ചെയ്യാൻ പറ്റും? ഓജസ, സ്വന്തം ഓജസ് കൊണ്ട്, അതായത് യോഗബലം കൊണ്ട്, ഓജസ് കൊണ്ട്, നമ്മുടെ ആ ഒരു ഊർജം ഉണ്ടല്ലോ, ആ ജീവാത്മാവിന്റെ ആ യോഗബലം, ഊർജം, അതുകൊണ്ട് ജഗദണ്ഡം എന്നാൽ ബ്രഹ്മാണ്ഡം, ഈ പ്രപഞ്ചത്തിന്റെ അതിനെ ഒരു അണ്ഡരൂപത്തിലാണല്ലോ നമ്മൾ സങ്കല്പിക്കുന്നത്. ആ ബ്രഹ്മാണ്ഡത്തെ സംവിഭിദ്യ, അതിനെ ഭേദിച്ചിട്ട്, അതായത് അതിനെ പിളർന്നുകൊണ്ട്, മുച്യതേ ഖലു, മോക്ഷത്തിലേക്ക് ഉയരുന്നു, മോക്ഷം നേടാൻ വേണ്ടി സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ
വൈകുണ്ഠത്തിലും എത്തി നിൽക്കുന്ന ഈ ആത്മാവ് പ്രാകൃത പ്രളയം ഉണ്ടാവുന്ന സമയത്ത് മോക്ഷം നേടുന്നു. ഇനി അങ്ങനെയല്ല, അതിനു മുന്നേ തന്നെ മോക്ഷം വേണമെന്നാണ് ആഗ്രഹമെങ്കിലോ, അതിനു മുന്നേ തന്നെ സ്വന്തം ഓജസ് ഉപയോഗിച്ചിട്ട് ഈ ബ്രഹ്മാണ്ടത്തെ പിളർന്നുകൊണ്ട് മോക്ഷം നേടുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. നോക്കൂ, നമ്മൾ ഓരോ തലങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നു അല്ലേ. ഈ ബ്രഹ്മാണ്ടത്തെ ഭേദിക്കുന്ന ഒരു ആ ഓജസ്സിനെ കുറിച്ചാണ്, ജീവാത്മാവിൻ്റെ ആ ഓജസ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിലാദ്യം പ്രളയം, പ്രാകൃത പ്രളയം എന്ന് കണ്ടു. പ്രളയം എന്ന് പറയുമ്പോഴേക്കും വെള്ളം ഒഴുകി നിറഞ്ഞ് എല്ലാം മുങ്ങിപ്പോകുന്ന ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരിക. പ്രപഞ്ചം മുഴുവൻ പ്രളയത്തിൽ മുങ്ങും, അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി സാധിക്കുമോ? ലോകം മുഴുവൻ വെള്ളം നിറഞ്ഞിട്ട്, അതായത് നമ്മുടെ ഭൂമിയിലാണ് ജലം നമുക്കുള്ളത്, ബാക്കിയുള്ള സ്ഥലത്തൊന്നും ജലമല്ല. അപ്പോൾ പ്രളയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വെള്ളം വന്ന് ഒഴുകുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. പ്രളയം ലയിക്കുകയാണ്, എല്ലാം കൂടെ ഒന്ന് ഒരുപോലെ ആവുകയാണ്. എന്തുകൊണ്ടാണ് പ്രളയം ആവുന്നത്? അവിടെ പിന്നെ തോടില്ല, പുഴയില്ല, കിണറില്ല, കുളമില്ല, തടാകമില്ല, എല്ലാം കൂടെ ഒരുപോലെ ലയിച്ച് മുഴുവൻ ജലമായി മാറുന്നതിനെയാണ് പ്രളയം എന്ന് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ സർവ്വതും എല്ലാം കൂടെ ലയിച്ച് ഈ വ്യത്യാസങ്ങൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദ്വന്ദ്വങ്ങളെല്ലാം ഇല്ലാതായി ലയിച്ചൊന്നിലേക്ക് പോകുന്നതിനെയാണ് ഇവിടെ പ്രളയമെന്ന് സൂചിപ്പിക്കുന്നത്. അത് ശ്രദ്ധ മനസ്സിൽ ഉണ്ടാവട്ടെ. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രളയം പ്രാകൃത പ്രളയമാണ്. അതല്ലാതെ വേറെയും പ്രളയമുണ്ട്. നിത്യപ്രളയം എന്ന് പറയുന്നു. ബ്രഹ്മലോകം ലയിച്ച് ഇല്ലാതാവുന്നതിന്, അതായത് ബ്രഹ്മലോകം നശിക്കുന്നതിനെയാണ് നിത്യപ്രളയം എന്ന് പറയുന്നത്. നൈമിത്തിക പ്രളയമുണ്ട്, അത് 14 മന്വന്തരങ്ങൾ ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രളയത്തെയാണ് പറയുന്നത്. പ്രാകൃത പ്രളയം എന്ന് പറയുന്നത് ബ്രഹ്മലോകവും വൈകുണ്ഠവും ഒക്കെ നശിക്കുന്നതിനെയാണ് പ്രാകൃത പ്രളയം എന്ന് പറയുന്നത്. ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത് സർവ്വതും നശിച്ച് ലയിച്ച് ആ ബ്രഹ്മത്തിലേക്ക് വിലയം പ്രാപിക്കുന്നതിനെയാണ് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ ശാസ്ത്രവും പറയുന്നുണ്ട്, നമ്മൾ എവിടെ നിന്നോ ഒന്നിൽ നിന്ന് വികസിച്ച് പ്രപഞ്ചം മുഴുവനായി തീർന്നു. അതിലെ എല്ലാ സൃഷ്ടിയും, നമ്മൾ ഇന്ന് കാണുന്ന മുഴുവൻ സൃഷ്ടി രൂപങ്ങളും നശിച്ച് ഇല്ലാണ്ടാവുമെന്ന് പറയുന്നു. നമ്മുടെ നക്ഷത്രങ്ങളൊക്കെ കത്തിത്തീർന്ന്, നമ്മുടെ സൂര്യൻ കത്തിത്തീരുന്ന സമയത്ത് തന്നെ എല്ലാ ഗ്രഹങ്ങളും അതിലേക്ക് പോയി ലയിച്ചില്ലാതാവുമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാം പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ കത്തിത്തീർന്ന് ലയിച്ച് എല്ലാം കൂടെ ഒന്നായിട്ട് ഒരു ഊർജഗോളമായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരണം. പ്രളയം എന്ന് പറയുന്ന സമയത്ത് പണ്ടെപ്പോഴോ നമ്മുടെ മനസ്സിൽ ആരോ വരച്ചു വെച്ചിട്ടുണ്ട്, വെള്ളം നിറഞ്ഞ് മുങ്ങിപ്പോകുന്നതാണ്. ഭൂമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സങ്കല്പിക്കുമ്പോൾ, ഈ ബ്രഹ്മത്തെ സങ്കല്പിക്കുമ്പോൾ അത് വളരെ ചെറുതാണ്. അതിൽ വളരെ ചെറുതായിട്ടുള്ള ഒരു തരിയാണ് നമ്മളൊക്കെ. അപ്പോൾ അത്രയും കുഞ്ഞിതായിട്ട് ഇതിനൊന്നും കാണരുത്. വലിയ ഒരു സംഭവമായിട്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഈ ബുദ്ധി ഉള്ള സമയത്ത്, വിവേകമുള്ള സമയത്ത് മാത്രമേ സാധിക്കുള്ളൂ. മറ്റുള്ള ജീവജാലങ്ങൾക്കോ ജീവനില്ലാത്തതിനോ ഒന്നും സാധിക്കില്ല. മനുഷ്യനാണിത് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് യോഗബലം നേടണം. ഓജസ്, നമ്മുടെ ശരീരത്തിൽ ഊർജം എന്തിനു വേണ്ടി ഉപയോഗിക്കണം? നമ്മുടെ ചിന്ത അതിൻ്റെ ആഴം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സങ്കല്പിക്കുവാൻ മാത്രം പ്രാപ്തി നമ്മുടെ അന്ധകരണത്തിന് ഉണ്ടാവുമ്പോൾ, നമ്മുടെ ബുദ്ധിക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ യോഗിയുടെ അവസ്ഥയായി തീരുന്നു. അവിടെ നിന്നാണ് നമ്മൾ മോക്ഷം നേടുന്നത്. അപ്പം നമ്മുടെ ജീവനുള്ള സമയത്ത് തന്നെ നമ്മുടെ മനസ്സിനെ അത്രയും വലുതാക്കി കൊണ്ടുവരണം. നമ്മുടെ ചിന്തകളെ, അതിൻ്റെ വ്യാപ്തിയെ അത്രയും വലുതാക്കി കൊണ്ടുവരണം. അതിൽ നിന്ന് നമ്മളിൽ നിറയുന്ന ഊർജമാണ് നമ്മുടെ മോക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ട വിഷയം. ബ്രഹ്മാണ്ടത്തെ പോലും പിളർക്കുന്ന അത്രയും ആഴമുള്ള ചിന്ത, അത്രയും ആഴമുള്ള യോഗബലം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ആലോചിച്ച് അയ്യോ എനിക്ക് അത്രയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഒന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അതിനാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്, ഭഗവാനെ ഭജിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒന്നിരിക്കും.
അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. അനങ്ങാതെ ഒന്ന് ഇരുന്ന് ഭഗവാനെ ഭജിക്കാൻ ശ്രമിച്ചാൽ മതി, ബാക്കിയൊക്കെ അങ്ങനെ പടിപടിയായി വന്നോളൂ. ആദ്യം തന്നെ നമ്മൾ PhD എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ. ആദ്യം 1ാം ക്ലാസ്സിൽ LKG, അതിനു മുന്നേ ഇപ്പം pre-KG, അവിടെയൊക്കെ പോയി ചേർന്നാലല്ലേ പിന്നെ പതുക്കെ 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി, ഡിഗ്രിയും കഴിഞ്ഞ് PGയും കഴിഞ്ഞ് PhD കഴിയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്കും ഉണ്ട്, അത് വേറെ വിഷയം. നമ്മൾ പതുക്കെ pre-KG ആണെങ്കിൽ pre-KG, LKG ആണെങ്കിൽ LKG, UKG ആണെങ്കിൽ UKG, അങ്ങനെ പടിയായിട്ട് നമ്മുടെ ചിന്തയെ, അതിൻ്റെ വ്യാപ്തിയെ വലുതാക്കി കൊണ്ടിരുന്ന സമയത്ത് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് ഒതുക്കുവാൻ, എല്ലാം ഈശ്വരനാണെന്നുള്ള ചിന്തയിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കും. അതാണ് മോക്ഷത്തിലേക്കുള്ള അവസാനത്തെ പടി. അത് മനസ്സിൽ വെക്കുക, അതൊന്ന് മനസ്സിൽ സൂക്ഷിക്കുക. എന്നിട്ട് ശ്ലോകം ചൊല്ലിത്തരാം. ആലോചിച്ച് ഭയപ്പെടാതെ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കൂ. എന്നിട്ട് അടുത്ത ശ്ലോകം വരുന്ന സമയത്ത് അതുമൊക്കെ വായിച്ചു പോവാം. ഭഗവാന്റെ കഥകൾ തുടങ്ങട്ടെ, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഉഷാറാവും, ആവേശം ഉണ്ടാവും എന്ന് തോന്നുന്നു. ഇതിപ്പോൾ എന്താ ഇത്, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കുറേ കാര്യങ്ങളാണല്ലോ ഭഗവാനെ പറയുന്നത് എന്ന് വിചാരിച്ച ആരും ബുദ്ധിമുട്ടരുത്. പതുക്കെ ക്ഷമയോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാം. എന്തായാലും ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, എല്ലാവരും ഒന്ന് ഏറ്റ് ചൊല്ലുക. തത്ര വാ തവ പദേഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാപി മുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. നമ്മൾ നമ്മുടെ ഓജസ്സിനെ എന്തൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ബ്രഹ്മാണ്ടത്തെ ഭേദിക്കാനുള്ള അത്രയും ഓജസ് സംഭരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ നമ്മുടെ ഓജസ്, നമ്മുടെ ഊർജം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അവിടെ അവർ തമ്മിൽ എന്തെങ്കിലും പിളർപ്പുണ്ടാക്കാൻ. ബ്രഹ്മാണ്ടത്തെ ഭേദിക്കുന്നല്ല, രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പല കാര്യങ്ങളിൽ നിറച്ചു വെച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ കോൺഫ്ലിക്റ്റ്, അതായത് സ്പ്ലിറ്റ്, വിഭജനം, അല്ലെങ്കിൽ ഈ പിളർപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അല്ലെങ്കിൽ മറ്റ് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലേക്കും, മതങ്ങൾ തമ്മിലുള്ള പ്രശ്നം, രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പ്രശ്നം, വീടുകളിൽ തന്നെ പ്രശ്നം, കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം, ആകെയുള്ള 10 സെന്റ് സ്ഥലം 4 പിളർക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത, ഇതൊക്കെയാണ് നമ്മുടെ ഊർജം ഉപയോഗിക്കപ്പെടുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതിനപ്പുറം നമ്മുടെ യോഗബലത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ചിന്തയെ, അതിൻ്റെ വ്യാപ്തിയെ പ്രപഞ്ചത്തിനപ്പുറത്തേക്കും വളർത്തുവാൻ സഹായിക്കണമേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനത്തെയും മാറ്റാൻ വേണ്ടി സാധിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ പ്രതിജ്ഞ, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അതാണ് ഭട്ടതിരിപ്പാടും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ വെറുതെ ശ്ലോകം പഠിച്ചു പോയി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അടുത്ത തലത്തിലേക്ക് നിങ്ങൾ ഉയരാനുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ഓരോ ശ്ലോകത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ശ്ലോകം എല്ലാവരും ചൊല്ലി പഠിച്ച് അയച്ചു തരൂ. ഇന്ന് അവസാനിപ്പിക്കാം. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ, നാരായണായ നമോ